ഡേയ് ആ കുമാർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ഒരു മേശ അടിക്കാൻ പോലും തികയില്ലല്ലോ. അതിലും ഒന്നല്ലല്ലേ ഇഷ്ടം പോലെ മരം വേറെ ഉണ്ടാ? പിന്നല്ലാതെ നീ പറഞ്ഞത് ആകെ ഒരു ആഞ്ഞിലില്ല, അതൊരു വീടിന്റെ അവിടെ ചെരിഞ്ഞ് നിൽക്കുകയാണ്, അത് കുടിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതല്ലേ. ഇത് നോക്കി എങ്ങനെയുണ്ട്, ഇത് കൊടുക്കോ? പിന്നെ കൊടുക്കാനല്ലേ ഇറത്തേക്കണത്. നോക്കിയാണ് നല്ല കട്ടള എത്ര എണ്ണ ഇറക്കാന്ന് വെക്കണം. ഒറ്റ വളം കുട്ടപ്പ നോക്കുന്നത് ഈ പറഞ്ഞ പൈസക്ക് ഇത് കിട്ടുമോ? ഈ പറഞ്ഞ പൈസ കിട്ടും. അത് സംസാരിക്കണ മരം പറയുമ്പോൾ എത്ര കാല് പോകുന്ന നോക്കിയാണ് മോളോട്ട് അവിടെ മോളിലോട്ട് നോക്കിയാ മരം. കാല് മാത്രം പോരല്ലോ, മേളിൽ സാധനം ഉണ്ടെങ്കിലല്ലേ ഇരുന്ന് ഉണ്ണാൻ പറ്റുള്ളൂ. അതിന് 4 കാലടിച്ചിട്ട് ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്താൽ ഇരുന്നുണ്ടൂടെ? ഞങ്ങള് ഗ്ലാസ്സിൽ ഉണ്ണണവരല്ലേ. കേട്ടോ ഇത് കുഴപ്പമില്ല. എന്ന് പറയാമോ, നമുക്ക് ഡൈനിങ് ടേബിളിനും കസേരയും ഒക്കെ പറ്റും. അല്ല ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ല ഇഷ്ടപ്പെട്ടാ വേറെ ഉണ്ട്. വേറെ 1000 രൂപ കൂട്ടി തന്ന ഉഗ്രം തേക്ക് തരാം. തേക്കാ? പിന്നെ സൂപ്പർ തേക്ക്. ഇതേപോലത്തെ ഒന്നല്ല, വന്ന് കണ്ടു നോക്ക്. സൂപ്പർ തേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1000 രൂപ കൂട്ടി. അല്ല അതെ ആ നിൽക്കണ മരം കൊടുക്കൂ. അയ്യോ അത് കൊടുത്ത് നിർത്തിയേക്കാണ്. ഇനി കൊടുത്ത ആളുകൾ ഒന്നും എടുത്തില്ല. തേക്ക് നല്ലതല്ലേ? എമൗണ്ട് ഒരു മിനിറ്റ് പൊട്ടന്മാർക്ക് മരം എന്താ വില എന്താന്നൊന്നും അറിയില്ല. ഇപ്പൊ ചുളുവില് കിട്ടും. 1000 റുപ്യ വേണമെങ്കിൽ ഞാൻ തരാം. തേക്ക് തന്നെ ആയിക്കോട്ടെ, പിന്നെ ഞാൻ തരാം. എന്തായാലും ഇപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇപ്പൊ എല്ലാ മരമാണ്. പക്ഷെ തേക്കിന്റെ ഒരു ഗുണം കിട്ടൂല. അത് കിട്ടൂലല്ലോ. ഇതാഞ്ഞില്ലേ അത് കുറച്ച് കുറയ്ക്കാൻ എന്തോന്ന് സാറേ, ഇനി 1000 രൂപയിലൊക്കെ എന്തോന്ന്. 1000 രൂപയ്ക്ക് 1000 രൂപ പണിയാണോ? പിന്നെ പോട്ടെ, ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട. ഒരു നല്ല കാര്യത്തിനല്ലേ, ഇനി അതിലൊരു ശാപം വേണ്ട. അത് തരാം. ഇതാണ് സാധനം. തേക്കല്ലേ? ഇങ്ങനെ നോക്കി നമുക്ക് നോക്കാറില്ല. കുട്ടപ്പ നോക്കിയാലേ അറിയോ. അല്ല അതാണോ പെണ്ണോ നോക്കാം. ആണാണ് പിന്നെ ആണാണെങ്കിൽ പൂക്കും, മറ്റത് പൂക്കൂല. അങ്ങനെ പിന്നെ നമ്മുടെ തല കളി കൊള്ളാം കേട്ടോ. ആണ്ടോ മറ്റേനെക്കാട്ടും വണ്ണമുണ്ട്, പൊക്കമുണ്ട്, നല്ല കീടിലും സാധനവും. പക്ഷെ വേറൊരു കാര്യം കളിയാ, മറ്റേ ആഞ്ഞിലല്ലേ നല്ലത്. വെറുതെ 1000 രൂപ കളയണോ? എന്തോന്ന് സാറേ, ഒരു ഫർണിച്ചർ പണിയാറ് 1000 ഗുണവയ്ക്കാണ് കിടന്ന്. സാറേ ഇതുണ്ടല്ലേ പണിതിട്ട് നോക്കിയാണ് 10 തലമുറ കഴിഞ്ഞാൽ ഇത് പിടിച്ച പിടിയാ കിടക്കും. പിന്നെ ഇത് വിൽക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. വിൽക്കാനുള്ള കാര്യം എന്താണ്, ഇതിന്റെ ഇല അപ്പുറത്ത് വേണാണ്ട് ഇവര് ഭയങ്കര പ്രശ്നം. ഈ മോലാളി പറഞ്ഞു വിൽക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഇവര് പ്രശ്നം ഉണ്ടാക്കണോണ്ടാണ് ഇതങ്ങ് വിൽക്കണത്. അതാണ് നിങ്ങൾക്ക് അക്കിന് കിട്ടണ കാര്യം. അതാണ് 1000 രൂപയല്ലേ ഉള്ളൂ. 1000 രൂപ കൂടുതലുള്ളൂ മറ്റേനെ കാട്ടി. ആങ്കി സാറേ ഇത് കൊള്ളാം കേട്ടോ, നല്ല സ്ട്രൈറ്റ് ആണ്. കുഴപ്പമില്ല. ഇങ്ങോട്ട് വരിക സാർ. ഇന്നല്ല തിരികെ കിഴക്ക് ഒരു സത്യസന്ധ ഒരു കച്ചവടം നടക്കുമ്പോൾ അതിന്റെ വാക്ക് നോക്കുമൊക്കെ. കിഴക്ക് ഇവിടെ സാർ, ഞാൻ നിൽക്കണ പണി കിഴക്ക് അവിടെ സാർ. അണ്ട് ഈ വസ്തുവിന്റെ ഓണർ രാമേന്ദ്ര പ്രഭു അദ്ദേഹം അങ്ങ് അമേരിക്കയിലാണ്. അയ്യോ അവരൊക്കെ വലിയ ആളുകൾ സാറേ. രാവിലെ അമേരിക്ക ഇരുന്ന് കാപ്പി പിടിക്കും, ഉച്ചയ്ക്ക് തമ്പാനൂരിന്ന് ഉണ്ണും. അത്ര സ്പീഡാണ്. എന്നെയാണ് ഏൽപ്പിച്ചേക്കണം. അതുകൊണ്ട് എനിക്ക് എന്ത് വേണോ ചെയ്യാൻ ഞാൻ തന്നെ ഇതിന്റെ ആള്. സാറ് ദൈവത്തിന്റെ മനസ്സ് സാറേ. പിന്നെ നമ്മൾ എത്രയും ഉണ്ടാക്കി അഴിച്ച് തട്ടി പിന്നെയാണ് അപ്പൊ നല്ലൊരു കാര്യത്തിനല്ലേ അഴിച്ചു സാറേ. ദൈവത്തിന്റെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ആ പൈസ ഇങ്ങോട്ട് തരും. 6000 രൂപയാണ് സാറേ. ഞാൻ കൈനീട്ട് വാങ്ങിക്കാണ് സാറേ. അമ്മച്ചാണോ ഇതുവരെ ആരുടെയും ഒരു ഇതുമില്ല. നേരും നേരെയുള്ള കച്ചവടമാണ്. നിങ്ങളെ പറ്റിച്ചിട്ടില്ല, ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ദൈവമേ